അതായത് എല്ലാവരുടെയും വിഷയം ഭയമാണ്. മനസ്സിലായോ? അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഭയം വരുമ്പോൾ പിന്നെ ഈ ഭയത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാനിപ്പുലേഷനും അഭിനയവുമായിരിക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഈ അഭിനയത്തിലും മാനിപ്പുലേഷൻ്റെയും കോൺസിക്വൻസ് എഗെയിൻ പിന്നെയും ഫിയറാണ്. കാരണം ചെയ്യുന്ന പ്രവൃത്തി ശരീരവുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ സങ്കല്പ ലോകത്തുനിന്ന് എപ്പോഴെല്ലാം ബോഡിയിലേക്ക് വരണോ അപ്പോഴെല്ലാം ഫിയറായിരിക്കും. കാരണം ഈ മാനിപ്പുലേഷൻ മാത്രമേ നടക്കണുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ട്രൈങ് ടു കൺട്രോൾ അതേഴ്സ്. മറ്റുള്ളവരെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കും. എന്നിട്ട് അവരെ നമ്മളെ വരുതിയിലേക്ക് കൊണ്ടുവരും. ഇവരെ നമ്മളെ വരുതിയിലേക്ക് കൊണ്ടുവരുമ്പോഴും നമ്മുടെ ബേസ് ഫിയറിൽ നിന്നായതുകൊണ്ട് അതും ഫിയർ തന്നെയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മാനിപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ കൺട്രോളിൽ വീണ്ടും ഭയം 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 എവ്രിവെയർ. മനസ്സിലായോ? അതുകൊണ്ട് ഈ ശരീരം എങ്ങനെയാണ് ഭയമില്ലാതെ പ്രവർത്തിക്കുന്നത് എന്ന് കാണുക. അപ്പോൾ മാത്രമേ ഭയത്തിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. ആ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്. മറ്റേതെന്താണ്? മരിച്ചു പോവോ എന്നുള്ള ഭയത്തിൽ കുറേ ആൾക്കാർ പറയണ പൊട്ടത്തരം കേട്ടിട്ട് ഇഞ്ചിഞ്ചായി മരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഭയമുണ്ടെങ്കിൽ ഓക്കെ, ചത്തു പോട്ടെ. വൈ യു വാണ്ട് ടു ലീവ് യുവർ ലൈഫ് ബൈ ഡൈയിങ് ഈച്ച് ആൻഡ് എവറി മൂമെൻറ്റ്സ്? നോ, ദർ ഇസ് നോ റിക്വയർമെൻറ്റ്. അതായത് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തേക്കാൾ നല്ലത് പെട്ടെന്ന് മരിച്ചു പോകണതാണ്. സോ ബി വിത്ത് ദ ഡെത്ത്.